ഒരു കഥ കേൾക്കാം. പറയപ്പെട്ട പന്തിരകുലത്തിലെ പാക്കനാര ഭാര്യയും കൂടി ഒരിക്കൽ കാട്ടിൽ വിറകിന് ചുള്ളി ഒടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ ആ വഴി വന്നു. തീണ്ടിലും തൊടിയിലുമുള്ള അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥതയിൽ പറയനായ പാക്കനാര് ബ്രാഹ്മണന് വഴി ഒഴിഞ്ഞു കൊടുക്കണമായിരുന്നു. പാക്കനാർ വഴി മാറി നിന്നിട്ട് ഭാര്യയോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. മകളെ ഭാര്യയാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രാഹ്മണന് ഞാൻ എന്തിനു വഴിമാറി കൊടുക്കണം എന്ന് ചോദിച്ചു. പാക്കനാർ ഒരട്ട നിനക്കും ആയി എന്ന് മറുപടി പറഞ്ഞു. അതേപ്പറ്റി അറിയാൻ പാക്കനാരുടെ ഭാര്യയ്ക്ക് ജിജ്ഞാസയുണ്ടായി. പാക്കനാർ പറഞ്ഞു തുടങ്ങി. ഈ ബ്രാഹ്മണൻ പണ്ടൊരു ദിവസം ഇല്ലത്ത് വെച്ച് മകനെ ഉപനയനം നടത്തി. അതോടനുബന്ധിച്ച് ഗംഭീര സദ്യയും ഒരുക്കി. അരി വലിയ ചെമ്പിൽ വെന്തുകൊണ്ടിരിക്കുമ്പോൾ ചൂടേറ്റ് മുകളിലെ ഓലയിൽ നിന്നും ഒരട്ട ചെമ്പിൽ വീണു. വെന്ത് വാർക്കുമ്പോൾ ആണ് ദേയണ്ണക്കാർ ചത്ത അട്ടയെ കണ്ടത്. ഉടനെ അവർ നമ്പൂതിരിയെ സമീപിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അദ്ദേഹം ആ ചോറ് ബാല്യക്കാർക്ക് കൊടുക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ബാല്യക്കാർ അട്ട വീണ ചോറ് കഴിച്ചു. കർമ്മഫലം അനുഭവിക്കാതെ തരമുണ്ടോ? ബ്രാഹ്മണൻ മരിച്ചു പരലോകത്ത് ചെല്ലുമ്പോൾ തീറ്റാൻ ഒരുകുന്ന അട്ടയെ അവിടെ തയ്യാറാക്കി. ഈ ബ്രാഹ്മണൻ എന്നും കിടക്കുമ്പോൾ ഓം ചിത്രഗുപ്തായ നമ എന്ന് ജപിക്കുക പതിവുണ്ട്. അതിനാൽ യമൻ്റെ മന്ത്രിയായ ചിത്രഗുപ്തൻ ബ്രാഹ്മണനോട് അലിവ് തോന്നി. ചിത്രഗുപ്തൻ ഒരു രാത്രിയിൽ സ്വപ്നത്തിൽ വന്ന് ബ്രാഹ്മണന് പരലോകത്ത് അട്ട തിന്നേണ്ട ദുഃഖസ്ഥിതിയെപ്പറ്റി അറിയിച്ചു. ബ്രാഹ്മണൻ പശ്ചാത്തപിച്ചു മാപ്പ് ചോദിച്ചു. അപ്പോൾ ചിത്രഗുപ്തൻ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. നാളെ മുതൽ അങ്ങയുടെ കാര്യങ്ങൾ ഒക്കെ നോക്കാൻ പ്രായമായ മൂത്ത മകളോട് പറയുക. അങ്ങനെ പിറ്റേന്ന് മുതൽ ബ്രാഹ്മണൻ കുളിക്കാൻ എണ്ണ കൊടുക്കുക, മുണ്ടെടുത്തു കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, മുറുക്കാൻ കൊടുക്കുക, കാല് തിരുമ്മി കൊടുക്കുക എല്ലാം മകൾ ചെയ്തു തുടങ്ങി. ബാല്യക്കാർ മുഖേന ഈ വിവരം നാട്ടുകാർ നമ്പൂതിരി മകളെ ഭാര്യയാക്കി വെച്ചിരിക്കുന്നു എന്ന അപഖ്യാതി പറഞ്ഞു നടന്നു. ഇത് നാട്ടിലൊക്കെ പാട്ടായി. നിരപരാധിയായ ബ്രാഹ്മണനെ പറ്റി അപവാദം പറയുന്നവർക്കായി പരലോകത്തെ അട്ടകളെ വീതം വെച്ചു. അവസാനം ഒരു അട്ട ശേഷിച്ചു. അതാണ് പാക്കനാർ ആ ഒരു അട്ട നിനക്കുമായി എന്ന് ഭാര്യയോട് പറഞ്ഞത്. പരദൂഷണം പറയുന്നവരുടെ വിധി എന്താണെന്ന് മനസ്സിലായല്ലോ. ആരെപ്പറ്റി പറയുന്നുവോ അവരുടെ പാപങ്ങൾ പറയുന്നവർക്ക് വരും. ഇനിമേൽ പരദൂഷണം നിർത്തുക. പരദൂഷണം പറയണമെന്ന് തോന്നുമ്പോൾ നാരായണ നാരായണ എന്ന് ജപിക്കുക. പരദൂഷണക്കാരിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കുക. ഇതാണ് ഈ കഥയുടെ ഗുണപാഠം.